ഹായ് ഓൾ. SSC GDയുടെ എക്സാംസ് വരുവാണ്. ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള SSCയുടെ GDയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. GDയും അതേപോലെ തന്നെ ഒരുപാട് SSCയുടെ എക്സാംസ് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന മാസങ്ങളിൽ നടക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമേ വരുന്ന എക്സാമാണ് SSC GD എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. The question: a shopkeeper allows a discount of 40% on his articles and still makes a profit of 20%. How much cost price does shopkeeper pay for an article whose marked price is 2,400? നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഒരു 40% ഡിസ്കൗണ്ട് കൊടുത്താലും നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഷോപ്പ് കീപ്പർ എന്ത് വിലയ്ക്കായിരിക്കും ആ ഒരു സാധനം വാങ്ങിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ഷോപ്പ് കീപ്പർ ആ ഒരു ആർട്ടിക്കിളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ്, ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് മുമ്പ് ഉള്ള മാർക്ക് ചെയ്തിരിക്കുന്ന MRP എന്ന് പറയുന്നത് 2,400 റുപ്പീസ് ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജും അതേപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജും ഗിവൺ ആണെങ്കിൽ എങ്ങനെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഫോർമുല എടുക്കാതെ വളരെ പെട്ടെന്ന് ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ SSCയുടെയും റെയിൽവേയുടെയൊക്കെ എല്ലാ എക്സാംസിലും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും എടുക്കുക. നമുക്കറിയാം യൂഷ്വലി കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമൺ ടേം ആണ് സെല്ലിംഗ് പ്രൈസ്. പക്ഷെ എങ്ങനെ സെല്ലിംഗ് പ്രൈസ് ഇല്ലാതെ തന്നെ നമുക്ക് കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും തമ്മിലുള്ള റിലേഷൻ എടുക്കാം എന്നുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസ് എന്ന് എഴുതുക, രണ്ട് സൈഡിലും 100 എന്നെടുക്കുക. അതിനുശേഷം നമുക്ക് തരുന്ന ഡിസ്കൗണ്ടിനെ നിങ്ങൾ കോസ്റ്റ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്യുക. ഡിസ്കൗണ്ട് പെർസെൻറ്റേജിനെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ നമ്മൾ ഈ ഒരു മാർക്ക് പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും തമ്മിലുള്ള റിലേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വളരെ പെട്ടെന്നൊന്ന് എടുക്കാം. നമുക്ക് ഇവിടുന്ന് 100 മൈനസ് തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 40% ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ 100 പ്ലസ് നമുക്കിവിടെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇവിടുന്ന് നമുക്ക് ആ ഒരു റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 100 മൈനസ് 40 നമുക്ക് 60 എന്നും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ 100 പ്ലസ് 20 നമുക്ക് 120 എന്ന് ലഭിക്കും. സോ ഇവിടെ നമുക്കൊരു ഡയറക്റ്റ് റേഷ്യോ കിട്ടും കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും തമ്മിൽ. നമുക്കിവിടെ ക്ലിയർലി കാണാം നമ്മുടെ കോസ്റ്റ് പ്രൈസിന്റെ ഇരട്ടിയാണ് മാർക്ക് പ്രൈസ്. ഇനി ക്വസ്റ്റിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ കാണാൻ പറ്റും മാർക്ക് പ്രൈസ് 2,400 എന്നാണ് തന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ 2 എന്ന് പറയുന്നതാണ് നമുക്ക് 2,400 എന്ന് തന്നിരിക്കുന്നത്. ചോദിക്കുന്നത് എന്ത് കോസ്റ്റ് പ്രൈസിലാണ് അത് വാങ്ങിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 1 എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം 2 എന്ന് പറയുന്നതാണ് നമ്മുടെ 2,400 എങ്കിൽ 1 എന്ന് പറയുന്നത് അതിന്റെ പകുതിയായിരിക്കും. സോ 24ന്റെ ഹാഫ് 12ഉം പിന്നെ ആ ഒരു 2 സീറോസും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1,200 ആണ്. സോ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഇത്. ഒരുപാട് എക്സാംസിൽ നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. സോ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോർമുലാസ് ഒന്നും തന്നെ എടുക്കാതെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡ് വഴി. സോ ഈ ഒരു മെത്തേഡ് നോട്ട് ചെയ്ത് വെക്കുക, ഈ ഒരു ഷോർട്ട് കട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ: എ മാൻ കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് ബൈ സ്കൂട്ടർ അറ്റ് 64 km/h ആൻഡ് ഹി റിട്ടേൺ ടു ദി സ്റ്റാർട്ടിംഗ് പ്ലേസ് റൈഡിംഗ് എ ബൈസൈക്കിൾ അറ്റ് എ 16 km/h. ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ഫോർ ദി ഹോൾ ജേർണി. ഇപ്പം നമുക്കവിടെ 2 സ്പീഡ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു സ്പീഡ് നമുക്ക് 64 km/h എന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 16 km/h എന്നാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു മാൻ ഈ ഒരു എന്തോ ഒരു ഡിസ്റ്റൻസ് 64 km/h സ്പീഡിൽ പോയിട്ട് സ്കൂട്ടറിൽ പോയിട്ട് 16 km/h സ്പീഡിൽ സൈക്കിളിൽ തിരിച്ചു വരുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മൊത്ത ജേർണിയിൽ ടു ആൻഡ് ഫ്രോ മൊത്ത ജേർണിയിൽ ആവറേജ് സ്പീഡ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ആവറേജ് സ്പീഡ് വളരെ പെട്ടെന്ന് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, ബിക്കോസ് ഒരേ ഡിസ്റ്റൻസ് ആണ് ടു ആൻഡ് ഫ്രോ പോകുന്നത്, അങ്ങനെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഫോർമുലയാണ് നമ്മുടെ 2xy ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. അതിലെ എക്സും വൈ എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന S1 ആൻഡ് S2ന്റെ തന്നെയാണ് കൈൻഡ് ഓഫ് നമ്മളവിടെ എക്സ് ആൻഡ് വൈ എന്നുള്ള
ഫോർമുലയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂസ് ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. സോ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ഒന്ന് എടുക്കാം. 2 into 64 into 16 divided by 64 plus 16. സോ 64 പ്ലസ് 16 നിങ്ങൾക്കറിയാം 80 ആണ്. സോ 80 ആൻഡ് 64 എന്ന് പറഞ്ഞ 8ന്റെ സ്ക്വയറുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 80യും 64ഉം ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ 8 എന്നും നമുക്കിവിടെ 10 എന്നും ആയിരിക്കും വരുന്നത്. 2 into 8 16 ആണ്. 16 into 16 നമുക്കറിയാം 16ന്റെ സ്ക്വയർ ആണ്. 16ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 256 ആണ്. സോ 256 by 10 നമ്മൾ ആ പോയിന്റ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ 25.6 എന്ന് വരും. ആൻഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. സോ ആൻസർ 25.6 കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ. ഓപ്ഷൻ A1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കവിടെ ചോദിച്ചിരിക്കുന്നത് 5 women can complete a work in 8 days. 5 women ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 days ആണ് എടുക്കുന്നത്. സോ 5 women into 8 days. While 8 children takes 10 days to complete the same work. അതേ സെയിം വർക്ക് 8 ചിൽഡ്രൻസിന് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 10 days ആണ് എടുക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് വർക്ക് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇതേ റിലേഷൻ നമ്മൾ ഈ റിലേഷന്റെ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നമ്മൾ ആ ഒരു രണ്ട് കണ്ടീഷനെ ഇക്വേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് രണ്ടുപേര് ചെയ്യുന്ന വർക്ക് എന്താണ്? സെയിം ആണ്. അപ്പം 5 women എന്ന് പറയുമ്പോൾ ആ 5 womenന്റെ എഫിഷ്യൻസി ഇൻറ്റു 8 days എന്ന് പറയുന്നതാണ് നമ്മുടെ ടൈം. അതേ സെയിം വർക്കാണ് 8 ചിൽഡ്രൻ ചേർന്ന് 10 days കൊണ്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് വുമണും ചിൽഡ്രനും തമ്മിലുള്ള എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്ക് കിട്ടും. സോ ഇവിടെ നമ്മൾ ഈ ഒരു 8 ക്യാൻസൽ ആകും. ഇവിടുന്ന് 5ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 2 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വുമൺ ബൈ ചിൽഡ്രൻ എന്ന് പറയുന്നത് റേഷ്യോ 2:1 എന്നായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് how many days will 2 women and 4 children take to complete the work എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വുമനും 4 ചിൽഡ്രനും കൂടി ചേർന്ന് ആ വർക്ക് തീർക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 women പ്ലസ് 4 ചിൽഡ്രൻ എത്രയോ ദിവസം കൊണ്ടാണ് ആ വർക്ക് തീർക്കുന്നത്, അതേ വർക്കാണ് ഇപ്പം മേളിൽ പറഞ്ഞ ആ ഗ്രൂപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ വാല്യൂസിനെ വെച്ച് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. അപ്പോൾ 8 ചിൽഡ്രൻ ഇൻറ്റു 10 എന്നുള്ള വാല്യൂ എടുക്കുകയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചിൽഡ്രന്റെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സിയുടെ സ്ഥലത്ത് വാല്യൂ ഇടുന്നത് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അത് തന്നെ സെലക്ട് ചെയ്തത്. നമുക്ക് എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു വുമന്റെ സ്ഥലത്ത് 2 എന്നുള്ള റേഷ്യോയും അതുപോലെ തന്നെ ചിൽഡ്രന്റെ സ്ഥലത്ത് 1 എന്നുള്ള റേഷ്യോ വാല്യൂസ് നമ്മൾ അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 into 2 നമുക്ക് 4 എന്ന് വരും. പ്ലസ് 4 into 1 നമുക്ക് 4 എന്നായിരിക്കും വരുന്നത്. ഇൻറ്റു നമുക്ക് എത്ര ഡേയ്സ് ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഈക്വൽ ടു 8 into 1 8 into 10 എന്നാണ് വരുന്നത്. സോ നമുക്ക് ഇവിടുന്ന് 4 + 4 8 ആണ്. ഇവിടെയും 8 ഉണ്ട്. സോ നമുക്ക് ഇവിടുന്ന് എക്സിന്റെ വാല്യൂ എന്തായിട്ട് കിട്ടും? 10 എന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. സോ ആ ഒരു ഗ്രൂപ്പ് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 days ആണ് സമയം എടുക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 1 10 days ആണ് ആൻസർ. വളരെ ഷോർട്ടായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ദ ഡയമീറ്റർ ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഈസ് 14 സെന്റിമീറ്റർ. സോ ഡയമീറ്റർ ആണ് നമുക്ക് 14 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആയിരിക്കും. ആൻഡ് ഹൈറ്റ് ഈസ് 2 സെന്റിമീറ്റർ. ആൻഡ് ഹൈറ്റ് നമുക്ക് തന്നിരിക്കുന്ന 2 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന സിലിണ്ടറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ദ സം ഓഫ് ഇറ്റ്സ് കേർഡ് സർഫേസ് ഏരിയ ആൻഡ് ദി ടോട്ടൽ സർഫേസ് ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കേർഡ് സർഫേസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് 2πr ഇൻറ്റു എച്ച് ആണ്. അതുപോലെ തന്നെ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് 2πr r പ്ലസ് എച്ച് ആണ് അതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടിൻ്റെയും കൂടി സം എത്രയാണ് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും കൂടി സം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. സോ അവിടെ നിന്ന് നമുക്ക് ആദ്യം തന്നെ ആ ഫോർമുലാസ് ഒന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേർഡ് സർഫേസ് ഏരിയ പ്ലസ് ടോട്ടൽ സർഫേസ് ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് 2πrh പ്ലസ് 2πr r പ്ലസ് എച്ച് ആണ് നമുക്ക് അവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള കുറച്ച് ടേം നമുക്ക് അവിടെ കാണാൻ പറ്റും. 2πr നമുക്ക് രണ്ടിലും കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതൊന്ന് കോമൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. 2πr നമ്മൾ കോമൺ എടുത്താൽ
നമുക്ക് ഇവിടുന്ന് ഒരു എച്ച് വരുന്നുണ്ട് ആൻഡ് അവിടുന്ന് കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് ആർ പ്ലസ് എച്ച് ആണ് നമുക്ക് അവിടുന്ന് കോമൺ ആയിട്ട് വരുന്നത് ആർ പ്ലസ് എച്ച്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 ആണ്. സോ 22/7 ഇൻറ്റു ആറുടെ വാല്യൂ 7 ആണ് നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് ഇൻറ്റു 2 വട്ടം എച്ച് ഉണ്ട്. 2 വട്ടം എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എച്ചിന്റെ വാല്യൂ 2 ആണ്. സോ 2 ടൈംസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 + 2 4 എന്ന് എടുക്കാം. പ്ലസ് റേഡിയസ് 7 ആണ്. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ 7ഉം 7ഉം ക്യാൻസൽ. 2 ഇൻറ്റു 22 ഇൻറ്റു 7 + 4 11 ആണ് നമുക്ക് വരുന്നത്. സോ 2 ഇൻറ്റു 22 ഇൻറ്റു 11. സോ ഇവിടെ നമുക്ക് ഈ 22 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2 ഇൻറ്റു 11 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു 11 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു 11 ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് അങ്ങനെ ആണെങ്കിൽ അവിടുന്ന് 2 ഇൻറ്റു 2 4 ഇനി പുറത്തെടുത്തിട്ട് 11 ഇൻറ്റു 11 121 നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു 121 നമുക്കത് 484 എന്ന് വരും. യൂണിറ്റ് നമുക്കവിടെ തന്നിരിക്കുന്നത് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ നമ്മൾ ഈ ഒരു മെൻസുറേഷന്റെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫോർമുലാസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 484 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ആൻഡ് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വാട്ട് ഈസ് ദി ഫോർത്ത് പ്രൊപ്പോർഷണൽ ഓഫ് √6, √8 ആൻഡ് √21 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു പ്രൊപ്പോർഷണലിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് A:B പ്രൊപ്പോർഷണൽ ടു C:D എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതിൽ ഇതാണ് നമ്മുടെ പ്രൊപ്പോർഷണലിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ആസ് ടു എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈക്വൽ ടു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ A:B ഈക്വൽ ടു C:D എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ A എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, B എന്ന് പറയുന്നതാണ് സെക്കൻഡ് പ്രൊപ്പോർഷണൽ, C എന്ന് പറയുന്ന തേർഡും, D എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്ന ഈ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നിരിക്കുന്ന ആ ഒരു 3 വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ A, B ആൻഡ് C ആയിരിക്കും. സോ ഇതിനെ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ √6 ഈസ് ടു √8 പ്രൊപ്പോർഷണൽ ടു ഓർ ഈക്വൽ ടു √21 ഈസ് ടു നമ്മുടെ ആ നാലാമത്തെ പ്രൊപ്പോർഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഇതിനെ വളരെ പെട്ടെന്ന് എങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതിനെ റേഷ്യോ പോലെ എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് നിങ്ങൾ ആദ്യത്തതും അവസാനത്തതും ഒരുമിച്ചെടുക്കുക ആൻഡ് നടുക്കുള്ള 2 മീൻ വാല്യൂസിനെ ഒരുമിച്ചെടുക്കുക. എക്സ്ട്രീമിലുള്ള 2 വാല്യൂസിനെ ഒരുമിച്ചെടുക്കുക, നടുക്കുള്ള മീൻ വാല്യൂസിനെ ഒരുമിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ √6 ഇൻറ്റു D ഈക്വൽ ടു √8 ഇൻറ്റു √21. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ √6 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2 ഇൻറ്റു 3 ആണ് 6 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ √2 ഇൻറ്റു √3 എന്ന് പറയുന്നതായിരിക്കും √6 എന്ന് പറയുന്നത്. ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർത്ത് പ്രൊപ്പോർഷനിൽ നമ്മൾ D എന്നാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് √8 എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 ആണ്. ആൻഡ് √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ നമുക്ക് അതിനെ 2√2 എന്ന് എടുക്കാൻ പറ്റും 8നെ. ഇൻറ്റു √21 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ഇൻറ്റു 7 ആണ് 21. അങ്ങനെയാണെങ്കിൽ √3 ഇൻറ്റു √7 ആയിരിക്കും √21 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു വാല്യൂസിനൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ √3 ആൻഡ് √3 ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് √2 ആൻഡ് √2 ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഇവിടുന്ന് ബാക്കിയുള്ളത് D ഈക്വൽ ടു ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ √7 ഉണ്ട്. സോ നമുക്ക് 2√7 എന്ന് വരും. സോ നമ്മുടെ ഫോർത്ത് പ്രൊപ്പോർഷണലിന്റെ വാല്യൂ 2√7 എന്നായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സോ ഓപ്ഷൻ 2√7 ആണ് നമ്മളുടെ ആൻസർ. സോ ഈ ഒരു സെഷനിൽ നമ്മൾ SSCയുടെ GD എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വരാനിരിക്കുന്ന SSC GD എക്സാംസിൽ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ എക്സാമിൽ ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ കൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കുവാൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി അതിന്റെ ഷോർട്ട് കട്ട്സ് നല്ലപോലെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ഈ ഒരു 5 ചാപ്റ്ററിൽ 5 ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതികളും എങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും നമ്മൾ ഇതിന്റെ റിമൈനിങ് SSC GDയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതേപോലെ തന്നെ ചെറിയ വീഡിയോസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങളുടെ പ്രാക്ടീസ് ഡെയിലി നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി. അതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സെപ്പറേറ്റ് എക്സാംസിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയാസ് ഡിസ്കസ് ചെയ്യണം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് വേണ്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റ്ലി അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. സോ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. വരുന്ന സെഷനിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.